നമസ്കാരം. ആദംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുവർണ. NIOSനെ സംബന്ധിച്ച പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. അതായത് NIOSന്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ എക്സാംസിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. അതായത് ഇന്ന് നടക്കാനിരുന്ന 6/11/2025 നടക്കാനിരുന്ന സീനിയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള എക്സാംസ് ആയ ഫിസിക്സ്, ഹിസ്റ്ററി, എൻവയോൺമെന്റൽ സയൻസ്, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, അതുപോലെ സെക്കൻഡറി വിഭാഗത്തിലുള്ള പെയിന്റിങ് തുടങ്ങിയ സബ്ജക്റ്റുകൾ ബീഹാർ അസംബ്ലി ഇലക്ഷൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ലോജിസ്റ്റിക്സ് റീസൺസ് പ്രമാണിച്ച് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, മാറ്റിവെച്ചിട്ടുണ്ട്. എന്നത്തേക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഇനി വരുന്ന എക്സാം ഡേറ്റ് നിങ്ങൾ എന്തായാലും അറിയിക്കുന്നതായിരിക്കും ഈ സബ്ജക്റ്റുകളുടെ. അത് നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദി ന്യൂ ഡേറ്റ്സ് ഓഫ് എക്സാമിനേഷൻ in respect of these subjects will be intimated shortly. The examination in centers abroad will be conducted as per schedule. അബ്രോഡിലുള്ള എക്സാംസ് ഒക്കെ ഷെഡ്യൂൾ അനുസരിച്ച് കണ്ടക്ട് ചെയ്യും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്തരത്തിലാണ് എക്സാംസിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്കൊരു നല്ല ചാൻസും കൂടെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ് കിട്ടുന്ന ചില ചാൻസസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കണം അല്ലേ. അതുപോലെ തന്നെ എക്സാംസ് ഒന്ന് കഴിഞ്ഞ് റിലാക്സ് ആവാൻ നോക്കിയിരിക്കുന്നവരെ സംബന്ധിച്ച് കുറച്ചൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിരിക്കും. സാരമില്ല, നന്നായിട്ട് എക്സാം എഴുതാമല്ലോ അല്ലേ. അപ്പോൾ ഹിസ്റ്ററി പോലുള്ള സബ്ജക്ട്സ് ഒക്കെ ഒരുപാട് പഠിക്കാനുള്ള ഭാഗങ്ങളായിരുന്നു. നിങ്ങൾ പരീക്ഷയുടെ തലേ ദിവസം പുസ്തകം തുറന്ന് ആകെ വണ്ടർ അടിച്ചിരുന്ന എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നറിയാതെ വണ്ടർ അടിച്ചിരുന്ന ആ മൊമെൻറ്റ്സ് ഒക്കെ ഓർത്ത് നോക്കിയാൽ മതി. നമുക്ക് എന്ത് റിലാക്സേഷൻ ആയിരിക്കും ഈ പറഞ്ഞ ഒരു റീഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വേറെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത എക്സാംസ് എന്തൊക്കെയാണോ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ സബ്ജക്റ്റുകളെ ഉപേക്ഷിക്കാതെ കുറച്ച് ഈ സബ്ജക്ട്സും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് ഒന്നുകൂടെ പോവുക. അടച്ചു വെച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. സമയം കിട്ടുന്നത് പോലെ, ഇപ്പോൾ ഫിസിക്സ്, ഹിസ്റ്ററി ഒക്കെ ആണെങ്കിൽ സമയം കിട്ടുന്നത് പോലെ മാക്സിമം അതിനെ വിനിയോഗിക്കുക. നിങ്ങൾ ആ സബ്ജക്ട്സൊക്കെ അത്ര പെട്ടെന്നൊന്നും മെമ്മറിയിൽ നിൽക്കുന്ന സബ്ജക്ട്സ് അല്ല. അല്ലെങ്കിൽ അത്ര എക്സ്പേർട്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കണം. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു ഗ്യാപ്പിനൊക്കെ ശേഷം പഠിക്കുന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഫെയിലായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങളെയൊക്കെ സംബന്ധിച്ച് കുറച്ച് പാടായിരിക്കും ഇതൊക്കെ കവർ ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു സമയത്തെ വീണ്ടും വീണ്ടും പറയുകയാണ്, നല്ല രീതിയിൽ വിനിയോഗിക്കുക. എല്ലാവരും തന്നെ സക്സസ്സിലേക്ക് എത്തട്ടെ. അപ്പോൾ NIOSനെ സംബന്ധിച്ച പുതിയ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ NIOSനെ സംബന്ധിച്ച പുതിയ വിവരങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതായത് നിങ്ങളുടെ എക്സാംസിൻ്റെ റിസൾട്ട് എന്ന് വരും, അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള രജിസ്ട്രേഷൻസിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റിനെ സംബന്ധിച്ച്, വരാൻ പോകുന്ന ഓൺ ഡിമാൻഡ് എക്സാമിനേഷനെയൊക്കെ സംബന്ധിച്ച് ന്യൂ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.